ഒരു രാജ്യത്തിന്റെ ചരിത്രം തിരുത്തിക്കുറിച്ച അതിർവരമ്പുകൾ ഭേദിച്ച് ആഗോളതലത്തിൽ സ്വന്തം രാജ്യത്തിന്റെ പേര് സുവർണാക്ഷരങ്ങളിൽ എഴുതി ചേർത്ത ഒരു യുഗപുരുഷന്റെ വിയോഗത്തിൽ വിങ്ങിപ്പൊട്ടുകയാണ് ഖത്തർ. ഒരു ഭരണാധികാരി എന്നതിനപ്പുറം ആധുനിക ഖത്തറിന്റെ ശില്പിയും ദീർഘവീക്ഷണമുള്ള രാഷ്ട്രീയ തന്ത്രജ്ഞനുമായിരുന്ന ഫാദർ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയുടെ നിര്യാണം പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ ഒരു വലിയ ശൂന്യതയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. 74-ാം വയസ്സിൽ അദ്ദേഹം വിട പറയുമ്പോൾ അറേബ്യൻ മണലാരണ്യത്തിലെ ഒരു ചെറിയ പ്രവിശ്യയെ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സാംസ്കാരിക ശക്തികളിലൊന്നാക്കി മാറ്റിയ ഒരു മഹാചരിത്രത്തിനാണ് താൽക്കാലിക വിരാമമാകുന്നത്. അമീരി ദിവാൻ പുറത്തുവിട്ട ഈ വിയോഗ വാർത്ത ഖത്തർ ജനതയെ മാത്രമല്ല, ഒട്ടാകെ അറബ് ഇസ്ലാമിക ലോകത്തെയും അന്താരാഷ്ട്ര നയതന്ത്ര മേഖലയെയും ആഴത്തിൽ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുന്നു. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ ഖത്തർ അമീറിനെയും അവിടുത്തെ ജനങ്ങളെയും അനുശോചനം അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയത് അദ്ദേഹത്തിന്റെ പ്രാദേശിക സ്വാധീനത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. 1995-ൽ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനി ഖത്തറിന്റെ ഭരണം ഏറ്റെടുക്കുമ്പോൾ രാജ്യം ഇന്നത്തെ പോലെ സമ്പന്നമോ സുസ്ഥിരമോ ആയിരുന്നില്ല. പരമ്പരാഗതമായ വരുമാന മാർഗങ്ങളെ മാത്രം ആശ്രയിച്ചിരുന്ന ഒരു കൊച്ചു രാജ്യത്തെ ആഗോള സാമ്പത്തിക ഭൂപടത്തിന്റെ നെറുകയിൽ എത്തിച്ചത് അദ്ദേഹത്തിന്റെ അസാധാരണമായ ദീർഘവീക്ഷണമായിരുന്നു. രാജ്യത്തിന്റെ ഭൂഗർഭ അറകളിൽ ഒളിഞ്ഞിരുന്ന പ്രകൃതിവാതകത്തിന്റെ അപാരമായ സാധ്യതകളെ അദ്ദേഹം തിരിച്ചറിഞ്ഞു. വൻതോതിലുള്ള സാമ്പത്തിക പരിഷ്കാരങ്ങളിലൂടെയും അടിസ്ഥാന സൗകര്യ വികസനങ്ങളിലൂടെയും ദ്രവീകൃത പ്രകൃതിവാതകം വൻതോതിൽ ഉൽപ്പാദിപ്പിക്കാനും കയറ്റുമതി ചെയ്യാനും അദ്ദേഹം പദ്ധതികൾ ആവിഷ്കരിച്ചു. ഇതിന്റെ ഫലമായി ഖത്തറിന്റെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം 24 മടങ്ങിലധികമാണ് വർദ്ധിച്ചത്. 2006ഓടെ ലോകത്തിലെ ഏറ്റവും വലിയ LNG കയറ്റുമതിക്കാരായി ഖത്തറിനെ മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പ്രതിവർഷം 77 ദശലക്ഷം ടൺ എന്ന അത്ഭുതപ്പെടുത്തുന്ന ഉൽപ്പാദന ശേഷിയിലേക്ക് രാജ്യത്തെ നയിച്ചതിലൂടെ കൈവന്ന സാമ്പത്തിക ഭദ്രതയാണ് ഇന്നത്തെ ആധുനിക ഖത്തറിന്റെ അടിത്തറ. ഈ സാമ്പത്തിക പുരോഗതിയെ രാജ്യത്തിന്റെ ദീർഘകാല സുസ്ഥിരതയ്ക്കായി വിനിയോഗിക്കാനാണ് അദ്ദേഹം ഖത്തർ നാഷണൽ വിഷൻ 2030 എന്ന മാസ്റ്റർ പ്ലാനിന് തുടക്കമിട്ടത്. വിദ്യാഭ്യാസം, ആരോഗ്യം, ആധുനിക നഗര സൗകര്യങ്ങൾ എന്നിവയിലെല്ലാം രാജ്യം കൈവരിച്ച കുതിച്ചുചാട്ടം ഈ ദീർഘവീക്ഷണത്തിന്റെ പരിണത ഫലമാണ്. വലിയ സൈനിക ശേഷിയോ ഭൂമിശാസ്ത്രപരമായ വലിപ്പമോ ഇല്ലാത്ത ഒരു കൊച്ചു രാജ്യത്തിന് എങ്ങനെ ആഗോളതലത്തിൽ വൻ സ്വാധീനം ചെലുത്താമെന്ന് ഷെയ്ഖ് ഹമദ് ലോകത്തിന് കാണിച്ചു തന്നു. സൈനിക ശക്തിയേക്കാൾ സാംസ്കാരികവും നയതന്ത്രപരവുമായ സോഫ്റ്റ് പവർ ഉപയോഗിച്ചാണ് അദ്ദേഹം ഖത്തറിന്റെ യശസ് ഉയർത്തിയത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ആഗോള മാധ്യമരംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച അൽ ജസീറ ടെലിവിഷൻ ശൃംഖലയുടെ തുടക്കം. അറബ് ലോകത്തെയും അന്താരാഷ്ട്ര വിഷയങ്ങളെയും വേറിട്ടൊരു വീക്ഷണകോണിലൂടെ ലോകത്തിന് മുന്നിലെത്തിക്കാൻ അൽ ജസീറയ്ക്ക് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ കായിക രംഗത്തെ ഖത്തറിന്റെ നിക്ഷേപങ്ങളും അദ്ദേഹത്തിന്റെ തന്ത്രപരമായ നീക്കങ്ങളുടെ ഭാഗമായിരുന്നു. പശ്ചിമേഷ്യൻ ചരിത്രത്തിൽ ആദ്യമായി ലോകകപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിക്കാനുള്ള അവകാശം നേടിയെടുത്തത് ഷെയ്ഖ് ഹമദിന്റെ ദൃഢനിശ്ചയത്തിന്റെ ഫലമായിരുന്നു. ലോകകപ്പിലൂടെ ഒരു അറബ് ഇസ്ലാമിക രാജ്യത്തിലേക്ക് ആഗോള ശ്രദ്ധ കേന്ദ്രീകരിക്കാനും മിഡിൽ ഈസ്റ്റിനെ കുറിച്ചുള്ള പാശ്ചാത്യ ധാരണകളെ തിരുത്തിക്കുറിക്കാനും ഖത്തറിന് സാധിച്ചു. 2006-ലെ ഏഷ്യൻ ഗെയിംസ്, 2012-ലെ ഐക്യരാഷ്ട്രസഭ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം തുടങ്ങി നിരവധി അന്താരാഷ്ട്ര വേദികൾക്ക് രാജ്യം വേദിയായതും അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ്. പരമ്പരാഗത രാജഭരണ വ്യവസ്ഥകൾ കർശനമായി നിലനിൽക്കുന്ന ഗൾഫ് മേഖലയിൽ തികച്ചും വിപ്ലവകരവും പുരോഗമനപരവുമായ മാറ്റങ്ങളാണ് ഷെയ്ഖ് ഹമദ് കൊണ്ടുവന്നത്. ജനപങ്കാളിത്തമുള്ള ഒരു ഭരണ സംവിധാനത്തിന് അടിത്തറയിടുക എന്ന ലക്ഷ്യത്തോടെ 2004-ൽ അദ്ദേഹം രാജ്യത്തിന്റെ ആദ്യത്തെ സ്ഥിരം ഭരണഘടന പ്രഖ്യാപിച്ചു. വെറുമൊരു ഭരണാധികാരി എന്നതിനപ്പുറം ജനങ്ങളുടെ അവകാശങ്ങൾക്ക് മുൻഗണന നൽകുന്ന ഒരു നവോത്ഥാന നായകനായി അദ്ദേഹം മാറി. മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകൾ അവതരിപ്പിച്ചുകൊണ്ട് ജനാധിപത്യ പ്രക്രിയയ്ക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു. ഇതിലുമേറെ ശ്രദ്ധയാകർഷിച്ചത് ചരിത്രത്തിലാദ്യമായി സ്ത്രീകൾക്ക് വോട്ട് ചെയ്യാനും തിരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥികളാകാനുമുള്ള അവകാശം നൽകി എന്നുള്ളതാണ്. ഗൾഫ് രാജ്യങ്ങളിൽ സ്ത്രീ ശാക്തീകരണത്തിന്റെ പുതിയൊരു യുഗത്തിനാണ് ഈ തീരുമാനം തുടക്കം കുറിച്ചത്. സാമൂഹിക അസമത്വങ്ങൾ തുടച്ചു നീക്കാനും സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും അദ്ദേഹം കാണിച്ച ധീരത അദ്ദേഹത്തിന്റെ പുരോഗമന ചിന്താഗതിയുടെ ഉത്തമ ഉദാഹരണമാണ്. ആഗോള രാഷ്ട്രീയത്തിൽ ഒരു സമാധാന ദൂതന്റെ റോളാണ് ഷെയ്ഖ് ഹമദ് എപ്പോഴും സ്വീകരിച്ചത്. പ്രാദേശികവും അന്തർദേശീയവുമായ പല സങ്കീർണ പ്രശ്നങ്ങളിലും മധ്യസ്ഥനായി ഇടപെടാൻ ഖത്തറിന് കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ നയതന്ത്ര മികവ് കൊണ്ടാണ്. സുഡാനിലെ ദാർഫർ മേഖലയിലെ ആഭ്യന്തര സംഘർഷം പരിഹരിക്കുന്നതിലും ലബനനിലെ രാഷ്ട്രീയ പ്രതിസന്ധികൾക്ക് അറുതി വരുത്തുന്നതിലും പലസ്തീനിലെ ഹമാസ്, ഫതഹ് വിഭാഗങ്ങൾ തമ്മിലുള്ള ഭിന്നതകൾ പരിഹരിക്കാൻ ദോഹ കരാർ രൂപീകരിക്കുന്നതിലും അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു. പിൽക്കാലത്ത് അമേരിക്കയും അഫ്ഗാനിസ്ഥാനിലെ താലിബാനും തമ്മിലുള്ള ചരിത്രപരമായ സമാധാന ചർച്ചകൾക്ക് ദോഹ വേദിയായതും അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് കെട്ടിപ്പടുത്ത നയതന്ത്ര ബന്ധങ്ങളുടെ തുടർച്ചയായിരുന്നു. മേഖലയിലെ മറ്റ് ഗണനീയ ശക്തികളിൽ നിന്നും വ്യത്യസ്തമായി ജനകീയ പ്രക്ഷോഭങ്ങളായ അറബ് വസന്തിനെ പിന്തുണയ്ക്കാനും അദ്ദേഹം മടിച്ചില്ല. സിറിയയിലെ അസദ് ഭരണകൂടത്തിന്റെ ജനവിരുദ്ധ നിലപാടുകൾക്കെതിരെ സംസാരിക്കാനും ലിബിയയിലെ ഗദ്ദാഫി വിരുദ്ധ നാറ്റോ ദൗത്യങ്ങളെ പിന്തുണയ്ക്കാനും അദ്ദേഹം കാണിച്ച ആർജവം ലോക ശ്രദ്ധയാകർഷിച്ചു.
ഒരു പതിറ്റാണ്ടിനിടെ ഗാസ സന്ദർശിക്കുന്ന ആദ്യ രാഷ്ട്രത്തലവനായി മാറിയ അദ്ദേഹം പലസ്തീൻ ജനതയുടെ ഹൃദയത്തിലാണ് സ്ഥാനം പിടിച്ചത്. ഇതിന്റെ ആദരസൂചകമായി ഗസയിലെയും തെക്കൻ ലെബനനിലെയും ചില നഗരങ്ങൾ ഇന്നും അദ്ദേഹത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. അധികാരത്തോട് ഒട്ടിനിൽക്കുന്ന ഭരണാധികാരികളുടെ ലോകത്ത് തികച്ചും അപൂർവവും വിസ്മയകരവുമായ ഒരു തീരുമാനത്തിലൂടെയാണ് ഷെയ്ഖ് ഹമദ് വീണ്ടും ലോകത്തെ ഞെട്ടിച്ചത്. 2013 ജൂൺ 25 തന്റെ 18 വർഷത്തെ വിജയകരമായ ഭരണത്തിന് ശേഷം സ്വമേധയാ അദ്ദേഹം അധികാരമൊഴിഞ്ഞു. ഭരണ ചുമതല തന്റെ 33 വയസ്സുകാരനായ 4ാമത്തെ മകൻ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനിക്ക് കൈമാറുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ യുവതലമുറയ്ക്ക് ഭരണം കൈമാറുന്ന ഇത്തരം തീരുമാനങ്ങൾ തികച്ചും അസാധാരണമാണ്. ഈ വലിയ തീരുമാനത്തിന് ശേഷമാണ് അദ്ദേഹം ഫാദർ അമീർ എന്ന ആദരണീയമായ പദവിയിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. ഒരു മണലാരണ്യ സംസ്കാരത്തിൽ നിന്നും ആധുനികതയുടെ പാരമ്യതയിലേക്ക് ഖത്തറിനെ നയിച്ച ആ യുഗപുരുഷൻ ഭൗതികമായി വിട പറയുമ്പോഴും അദ്ദേഹം കെട്ടിപ്പടുത്ത നയങ്ങളും സ്ഥാപനങ്ങളും രാജ്യത്തിൻ്റെ കുതിപ്പിന് എന്നും ഊർജം പകരും. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന മിഡിൽ ഈസ്റ്റ് രാഷ്ട്രീയ ചരിത്രത്തിൽ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനി എന്ന പേര് മാറ്റമില്ലാതെ ഒരു ഇതിഹാസമായി എന്നും അങ്ങനെ തിളങ്ങി നിൽക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.